ITI MCEA ട്രേഡിൻ്റെ സെമസ്റ്റർ 2 ഔട്ട്കം ടെസ്റ്റിംഗ് ഓഫ് അനലോഗ് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട് എന്ന ഔട്ട്കമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പ്രൊഫഷണൽ നോളജ് ടോപ്പിക്കാണ് ട്രാൻസിസ്റ്റർ ബയാസിംഗ്. ട്രാൻസിസ്റ്റർ ബയാസിങ്ങിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ ബയാസിംഗ് മെത്തേഡ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ്. വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ആണ് ട്രാൻസിസ്റ്റർ ബയാസിങ്ങുകളിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബയാസിംഗ് മെത്തേഡ്. ദ പോയിന്റ് ഈസ് നോട്ടഡ്, ദിസ് ഈസ് ദ കോമൺലി യൂസ്ഡ് ബയാസിംഗ് മെത്തേഡ്. ഈ ബയാസിങ്ങിനെ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് എന്നും വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് എന്നും യൂണിവേഴ്സൽ ബയാസിംഗ് എന്നും പറയാറുണ്ട്. വോൾട്ടേജ് ഡിവൈഡർ ബയാസ്, ഇതാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇതിൽ RC ലോഡ് റെസിസ്റ്റർ, R1 R2 എന്ന് പറയുന്ന ഈ രണ്ട് റെസിസ്റ്ററുകളാണ് ഇതിലെ വോൾട്ടേജ് ഡിവൈഡർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ. VCC എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഈ അപ്ലൈഡ് സപ്ലൈ വോൾട്ടേജിൻ്റെ ഒരു ഡിവൈഡർ സർക്യൂട്ട് പോലെ ഈ R1 റെസിസ്റ്ററും ഈ R2 റെസിസ്റ്ററും വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ R1ഉം R2ഉം ഫോം ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിവൈഡർ അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ ആണ് ഈ സർക്യൂട്ടിൻ്റെ ഈ പേരിന് കാരണം. ഇത് ആസ് യൂഷ്വൽ എമിറ്റർ സ്റ്റെബിലൈസേഷൻ റെസിസ്റ്റർ RE, ഇത് RC കളക്ടർ ലോഡ് റെസിസ്റ്റർ. This type of biasing is also called the universal bias because this is the most widely used type of biasing in linear circuits. This type of biasing is known as voltage divider bias because the voltage divider formed by resistors R1 and R2. The voltage drop across R2, right, this one, should be such that it forward biases the emitter diode. ബേസ് എമിറ്റർ ഡയോഡിന്, ബേസ് എമിറ്റർ PN ജംഗ്ഷന് ആവശ്യമായ ഫോർവേഡ് ബയാസിംഗ് നൽകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് ദ റെസിസ്റ്റർ R2 ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ സർക്യൂട്ടിലേക്കൊന്ന് നോക്കാം. ഇത്രയും സർക്യൂട്ടുകൾ നമ്മൾ വരച്ചു കഴിഞ്ഞതാണ്. അതായത് കളക്ടറിലൂടെ RC, ഇവിടെ ഒരു RB ബേസ് റെസിസ്റ്റർ മാത്രമായിട്ട്, പിന്നെ ഇവിടെ ഒരു എമിറ്റർ റെസിസ്റ്റർ കൂടെ ആഡ് ചെയ്തു. ഇത് അതിൽ നിന്ന് ടോട്ടലി ഡിഫറൻ്റായി ഇതിന് RB എന്നുള്ള പേര് മാറ്റി R1 R2 എന്നുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡറാക്കി മാറ്റിയിരിക്കുകയാണ്. കളക്ടർ ലോഡ് റെസിസ്റ്റർ RCയും പിന്നെ എമിറ്റർ സ്റ്റെബിലൈസേഷൻ റെസിസ്റ്റർ RE. ഇത്രയും ആവുമ്പോൾ ഒരു യൂണിവേഴ്സൽ ബയാസിംഗ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ടായി. എപ്പോഴും ഉപയോഗിക്കുന്ന പോലെ തന്നെ NPN ട്രാൻസിസ്റ്ററിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിൻ്റെ മെത്തേഡിൽ ഇവിടെ നമ്മൾ ഒന്നുകൂടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കാം. ഇത് VCC, ഇത് R1 ആൻഡ് R2 എന്ന് പറയുന്ന റെസിസ്റ്റർ. R1ലൂടെ ഒഴുകുന്ന കറൻറ്റിന് നമ്മൾ I1 എന്ന് വിളിക്കുന്നു. I1 അത് കഴിഞ്ഞ് R2ലൂടെ ഒഴുകുന്ന കറൻറ്റിന് I2 എന്ന് വിളിക്കുന്നു. ഇതിൽ നിന്ന് ഒരു മൈന്യൂട്ട് പോർഷൻ ഓഫ് കറൻറ്റ് ഈ ബേസ് റീജിയനിലൂടെ ഒഴുകുന്നു. ഇതാണ് IB. ഇപ്പോൾ പ്ലസ് VCC, R1, I1, R2, I2, ഇതിലൂടെ ഒഴുകുന്നത് ബേസ് കറൻറ്റ് IB. ഇത് ദെൻ എമിറ്റർ ടെർമിനൽ, ഇത് എമിറ്റർ റെസിസ്റ്റർ RE, എമിറ്റർ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറൻറ്റ് എമിറ്റർ കറൻറ്റ് IE. ഇത് കളക്ടർ ലോഡ് റെസിസ്റ്റർ RC, ഇതിലൂടെ ഒഴുകുന്ന കറൻറ്റ് IC. ഔട്ട്പുട്ട് സെഷനിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മളിവിടെ കളക്ടർ എമിറ്റർ നിന്നെടുക്കുന്ന ഇതാണ് VCE ആണ് നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇത് VCE. ഇവിടെ അറിയാമല്ലോ, ഇവിടെ എന്തായിരിക്കും ഉണ്ടാകുന്ന ഡ്രോപ്പ് VE എന്ന് വേണേൽ വിളിക്കാം, അതായത് IE ഇൻറ്റു RE. ഇവിടെ ഉള്ളതോ VC ഓർ IC ഇൻറ്റു RC. ഇതെല്ലാമാണ് ഇവിടുത്തെ ഡ്രോപ്പ്. ഇവിടെ വോൾട്ടേജ് അക്രോസ് R2, വോൾട്ടേജ് അക്രോസ് R1, ഇങ്ങനെയുള്ള വോൾട്ടേജ് ഡിവൈഡിങ്ങുകളുമുണ്ട്, കറൻറ്റുകളുമുണ്ട്, കറസ്പോണ്ടിങ് കറൻറ്റുകളുമുണ്ട്. ഒരിക്കൽ കൂടി ആ സർക്യൂട്ടിൻ്റെ കറൻറ്റ് ഡിവിഷൻസ് ഒക്കെ ഒന്ന് പറയാം. പ്ലസ് VCC, പ്ലസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് ഗ്രൗണ്ട് അഥവാ മൈനസ് പോയിൻ്റ്. ഇനി പ്ലസ് VCCയിൽ കൊടുത്തിരിക്കുന്നതിനകത്ത് I1, I2, IB, ഇതൊരു IC ആൻഡ് IE, ഇതൊക്കെയാണ് ഇതിനകത്ത് ഒഴുകുന്ന കറൻറ്റുകൾ. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് വോൾട്ടേജ് ഡിവിഷൻസും കൂടി ഒന്ന് നോക്കാം. വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് R2,
ഇതിന് അക്രോസ് ആയിട്ടുള്ള ഈ വോൾട്ടേജ് ഡ്രോപ്പിനെ വോൾട്ടേജ് അക്രോസ് R2 VR2 എന്നോ V2 എന്നോ പറയാം, അല്ലെങ്കിൽ VB എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇതാണ് വോൾട്ടേജ് അക്രോസ് R2. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I2. ആ I2 ഇതിലൂടെ ഒഴുകുമ്പോൾ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ഗുണം റെസിസ്റ്ററിൻ്റെ വാല്യൂ, അതാണല്ലോ ഇവിടുത്തെ വോൾട്ടേജ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജിനെ നമ്മൾക്ക് VB എന്നാണ് പറയുക. VB. ഈ ഒരു ചെറിയ ഇവിടെ മാത്രം ഉണ്ടാകുന്ന വോൾട്ടേജ് അറിയാമല്ലോ, VBE. ഒരു സിലിക്കണിനാണെങ്കിൽ 0.7 വോൾട്ടെങ്കിലും മിനിമം VBE വന്നാൽ ബേസ് എമിറ്റർ ഡയോഡിന് വർക്ക് ചെയ്യാൻ ആവശ്യമായ മിനിമം ഫോർവേഡ് വോൾട്ടേജ്. സിലിക്കൺ ആണെങ്കിൽ 0.7 വോൾട്ട്, ജെർമേനിയം ആണെങ്കിൽ 0.3 വോൾട്ട്. അപ്പോൾ ഇത് സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ ഇതാണ് VBE. ഇത് മൊത്തം ഇവിടുന്ന് ഈ ഗ്രൗണ്ട് വരെയുള്ള ഈ പോയിൻ്റ് VB. ഈ ജംഗ്ഷനിലുള്ള വോൾട്ടേജ് 0.7 സംതിങ്, അത് VBE. ഇതോ VE, അതായത് IE ഇൻറ്റു RE. ഇതാണ് ഈ ഇൻപുട്ട് സെഷനിലുള്ള ഒരു വോൾട്ടേജ് ഡിവിഷൻ. പറഞ്ഞാൽ ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2, ദാറ്റ് ഈസ് VB, ഈസ് ദ ഫോർവേഡ് ബയാസസ് ദി എമിറ്റർ ബേസ് ജംഗ്ഷൻ ഓഫ് ദി ട്രാൻസിസ്റ്റർ. ഇതാണ് ഇതിനകത്തെ വോൾട്ടേജ് ഡിവിഷൻ. ഇതിൻ്റെ സർക്യൂട്ട് അനാലിസിസിൽ നിന്ന് നമ്മൾ വീണ്ടും അതിലേക്കൊന്ന് നോക്കിയാൽ, അപ്പോൾ ഇതിൽ പറഞ്ഞല്ലോ, ഇനി ഇതിൻ്റെ കറണ്ട് I1. കറണ്ട് I1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ് കറണ്ട്. കറണ്ട് ഈസ് ഈക്വൽ ടു V/R. അപ്പോൾ ലെറ്റ് ദ കറണ്ട് ത്രൂ R1 ഈസ് ഈക്വൽ ടു I1 ആൻഡ് കറണ്ട് ത്രൂ R2 ഈസ് ഈക്വൽ ടു I2. അപ്പോൾ നമ്മളുടെ ഇവിടെ കറണ്ട് I1 എന്ന് പറയുന്നത് വോൾട്ടേജ്, അത് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏതാണ്? VCC ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2. അപ്പോൾ I1 ഈസ് ഈക്വൽ ടു VCC ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഓർ VB. ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ഗുണം R2. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I2 ആണ്. പക്ഷേ ഇവിടെ കൂടി ഒഴുകുന്ന IB വളരെ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നമ്മൾക്ക് ഇതും I1 തന്നെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് V2 അല്ലെങ്കിൽ VB എന്ന് പറയുന്നത് VCC ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു പോയിൻ്റ് നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ പോയിൻ്റ് VB ഇതിനകത്ത് നോട്ട് ചെയ്യാനുള്ള പോയിൻ്റാണ്. കാരണം ഈ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ് സർക്യൂട്ടിൽ ചില ക്വാണ്ടിറ്റികൾ തന്നിട്ട് മറ്റ് ചില ക്വാണ്ടിറ്റികൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതായത് ട്രാൻസിസ്റ്ററിൻ്റെ സർക്യൂട്ട് അനാലിസിസിൽ നിന്ന് അല്ലെങ്കിൽ സർക്യൂട്ട് ഡിസൈൻ പ്രോപ്പർട്ടിയിൽ നിന്ന് ബീറ്റ വാല്യൂ തന്നിട്ട് IB കാണുക, അങ്ങനെയൊക്കെയുള്ള ഓരോ സോൾവിങ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രത്യേക ഒരു ഇക്വേഷനാണിത് VB. അപ്പോൾ VB ഓർക്കണം, ഈ ബേസ് വോൾട്ടേജ് V2 എന്നോ VB എന്നോ നിങ്ങൾക്ക് വിളിക്കാം. VB ഈസ് ഈക്വൽ ടു VCC ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പോൾ നോട്ട് ദ പോയിൻ്റ്. ഈ ഒരു പോയിൻ്റാണ് അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഈ ബേസ് വോൾട്ടേജ് VCC ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2. അപ്പോൾ ബേസ് വോൾട്ടേജ് അറിയാം. സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ VBE 0.7 ആണെന്നറിയാം. അപ്പോൾ VB മൈനസ് VBE ആകുമ്പോൾ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് കിട്ടും, അതായത് എമിറ്റർ റെസിസ്റ്ററിലെ വോൾട്ടേജ് കിട്ടും. ആ റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടെങ്കിൽ എമിറ്റർ കറണ്ട് കണ്ടുപിടിക്കാം. ഇങ്ങനെ നമ്മൾക്ക് അതിൻ്റെ അനലൈസേഷൻ അല്ലെങ്കിൽ ഡിസൈനിങ് ആ രീതിയിൽ പോവാം. ഇനി വീണ്ടും സർക്യൂട്ട് അനാലിസിസിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ഇതിൽ ഔട്ട്പുട്ട് സൈഡിലേക്കാണ് ഇപ്പോൾ ഇവിടെ നോക്കിയിരിക്കുന്നത്. ഔട്ട്പുട്ട് സൈഡ് നോക്കാം. VCC അപ്ലൈഡ് വോൾട്ടേജ്, ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് IC, ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ RC. അതുകൊണ്ട് ഇവിടെ മാത്രം ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് IC/RC. ഇനി ഇവിടെ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ടല്ലോ, ഇവിടെയുള്ള ഈ വോൾട്ടേജാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് VCE. ചില സമയത്തേക്ക് നമ്മൾ ഈ റെസിസ്റ്റർ കൺസിഡർ ചെയ്യാതെ ഇവിടുന്ന് കളക്ടർ ടു ഗ്രൗണ്ട് VCE ആയി എടുത്ത് ഔട്ട്പുട്ടുകൾ മെഷർ ചെയ്തിട്ടുള്ള ഡിസൈനിങ്ങും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ 3 സെഷനായിട്ട് ഈ ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പായ IC/RC, നോട്ട് ഡൗൺ ദാറ്റ് IC/RC പ്ലസ് ഇത് VCE പ്ലസ് ഇത് IE/RE ഇസ് ഈക്വൽ ടു VCC ആണ്. മറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് പറയാം VCC മൈനസ് IC/RC മൈനസ് VCE മൈനസ് IE/RE ഇസ് ഈക്വൽ ടു 0. ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ആൾജിബ്രിക് സം ഓഫ് ഓൾ ദി IR ഡ്രോപ്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഇതിലാണ്. VCC മൈനസ് IC/RC മൈനസ് VCE മൈനസ് IE/RE.
ഇപ്പോൾ വി സി സി സീക്വൽ ടു ഇതറിയാലോ ഐ സി ആർ സി പ്ലസ് വി സി ഇ പ്ലസ് ഐ ഇ ആർ ഇ. അതർവൈസ് വി സി സി മൈനസ് ഐ സി ആർ സി മൈനസ് വി സി ഇ മൈനസ് ഐ ഇ ആർ ഇ ഇസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമ്മൾക്ക് വി സി ഇ നമ്മൾക്ക് 2 പോയിന്റുകളാണ് സെറ്റ് ചെയ്യേണ്ടത്. ഒന്ന് ഔട്ട്പുട്ട് കറൻറ്റായ ഐ സിയും രണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജായ വി സി ഇയും. ഔട്ട്പുട്ട് വോൾട്ടേജായ വി സി ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? വി സി സി മൈനസ് ഐ സി ആർ സി മൈനസ് ഐ ഇ ആർ ഇ. ഇതിനെ ബോക്സിലാക്കുക, നോട്ട് ഡൗൺ ചെയ്യുക. വി സി ഇ ഇസ് ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി മൈനസ് ഐ ഇ ആർ ഇ. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിൻറ്റിൻ്റെ ഒന്നെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജാണ്. നെക്സ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് കൊയിസൻ പോയിൻ്റ് അല്ലെങ്കിൽ ക്യൂ പോയിൻറ്റിൽ സെറ്റ് ചെയ്യുന്നത് വീണ്ടും ഐ സി വാല്യൂ ആണ്. ഐ സി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ ഇ എന്ന് നമ്മളിവിടെ എടുക്കുവാണ്. ഒട്ടുമിക്ക കണ്ടീഷനിലും നമ്മൾ അങ്ങനെ എടുക്കാറുണ്ട്. ഐ സി ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ ഇ എമിറ്റർ കറൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഡിസൈനിങ്ങിന് വേണ്ടി നമ്മളങ്ങനെ എടുക്കുന്നു. അപ്പോൾ വി ബി മൈനസ് എമിറ്റർ കറൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിലൂടെ ഒഴുകുന്ന കറൻറ്റാണ് എമിറ്റർ കറൻറ്റ്. എമിറ്റർ കറൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്ററിൻ്റെ വാല്യൂ ആണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് അഥവാ നമ്മൾക്കറിയില്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് മൈനസ് വി ബി ഇ ആണ് ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ്. അപ്പോൾ വി ബി മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ആർ ഇ, ഇതാണ് എമിറ്റർ കറൻറ്റ് ഐ ഇ. ഐ സി ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഐ ഇ എന്ന് എടുക്കുന്നു. അപ്പോൾ വി സി ഇ ആൻഡ് ഐ സി രണ്ട് വാല്യൂ ആണ്. ഐ സി ആൻഡ് വി സി ഇ ആർ ദി ഓപ്പറേറ്റിംഗ് പോയിൻ്റ് വാല്യൂസ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഐ സി ആൻഡ് വി സി ഇ ആർ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് വാല്യൂസ്. ഇതാണ് അതിൻ്റെ ഒരു സർക്യൂട്ട് അനാലിസിസിൽ നമ്മൾക്ക് പറയാനുള്ള വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിൽ. ഈ സർക്യൂട്ടിൻ്റെ ഓപ്പറേഷൻസിൽ എന്താ? ബൈ ഓപ്പറേഷൻസ് ഐ സി ഇസിക്കൽ ടു ബീറ്റ ഐ ബി. ഇതൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ കറൻറ്റ് ഗെയിൻ ബീറ്റയാണ്. ബീറ്റ ഇസിക്കൽ ടു ഐ സി ഡിവൈഡഡ് ബൈ ഐ ബി ആണ്. അപ്പോൾ ഐ സി ഇസിക്കൽ ടു ബീറ്റ ഐ ബി. ഇവിടെ ഐ സി ഇ ഒ എന്നുകൂടിയുണ്ട്. ഐ സി ഇ ഒ എന്താണ്? ഐ സി ഇ ഒ എന്ന് പറയുന്നത് മൈനോറിറ്റി ക്യാരിയേഴ്സ് കൊണ്ടുണ്ടാകാവുന്ന ചെറിയ കളക്ടർ കറൻറ്റിനെയാണ്. വളരെ നെഗ്ലിജിബിളാണ്. പ്രാക്ടിക്കൽ കണ്ടീഷനിൽ അങ്ങനെ അത്രയ്ക്കും നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യാറില്ല. പക്ഷെ തിയറിറ്റിക്കലി അനാലിസിസിൽ ചിലപ്പോഴൊക്കെ നമ്മളിത് കൺസിഡർ ചെയ്യാറുണ്ട്. ഇതൊരു മൈനോറിറ്റി കറൻറ്റ് ഫ്ലോ ആണ്. അതായത് ഏതൊരു റിവേഴ്സ് ബയാസ്ഡ് ജംഗ്ഷനിലും ആ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ആ ജംഗ്ഷനിലെ ആ പി എൻ ജംഗ്ഷനിലെ മൈനോറിറ്റി ക്യാരിയേഴ്സിനെ സംബന്ധിച്ച് ഫോർവേഡ് ബയാസാണ്. അപ്പോൾ ആ മൈനോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് അവിടെ ഒഴുകി ഒരു ചെറിയ കറൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകൾ എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു മൈനോറിറ്റി ചാർജ് കറൻറ്റ് എന്ന് പറയുന്നത് തെർമൽ റണ്ണവേയൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾക്ക് അത് കൺസിഡർ ചെയ്യാതിരിക്കാം. എന്നാലും നമ്മൾക്കറിയാം കോമൺ എമിറ്റർ കറൻറ്റ് ഗെയിൻ ബീറ്റ ആണ്. കോമൺ എമിറ്റർ കറൻറ്റ് ഗെയിനായ ബീറ്റ എന്ന് പറഞ്ഞാൽ ഐ സി ഡിവൈഡഡ് ബൈ ഐ ബി ആണ്. അതുകൊണ്ട് തന്നെ ഐ സി എന്ന് പറഞ്ഞാൽ ബീറ്റ ഐ ബി ആണ്. ഇനി അടുത്ത പോയിൻ്റ് എന്താണെന്ന് നോക്കാം. ഇഫ് കളക്ടർ കറൻറ്റ് ഇൻക്രീസസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ഓർ ചേഞ്ച് ഇൻ ബീറ്റ. അപ്പോൾ കളക്ടർ കറൻറ്റ് ഏതെങ്കിലും കാരണവശാൽ ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ടോ ബീറ്റയിലെ ചേഞ്ച് കൊണ്ടോ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ബൈ ദ ഇക്വേഷൻ ഐ ഇ ഈസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി എമിറ്റർ കറൻറ്റ് ഐ ഇ ഇൻക്രീസസ് ഇഫ് കളക്ടർ കറൻറ്റ് ഐ സി ഇൻക്രീസസ്. അപ്പോൾ കളക്ടർ കറൻറ്റ് ബീറ്റ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായെന്നിരിക്കട്ടെ. കൂടിയ ബീറ്റയുള്ള ട്രാൻസിസ്റ്റർ മാറ്റിയിട്ടപ്പോഴോ ടെമ്പറേച്ചർ കൂടിയപ്പോഴോ കളക്ടർ കറൻറ്റ് ഇൻക്രീസ് ചെയ്താൽ എമിറ്റർ കറൻറ്റ് ഇൻക്രീസ് ചെയ്യും. അതോടൊപ്പം തന്നെ ബേസ് കറൻറ്റും ഇൻക്രീസ് ചെയ്യും. ബൈ ദ ഇക്വേഷൻ വി ഇ എമിറ്ററിനെ ക്രോസുള്ള വോൾട്ടേജ് ഓർക്കുന്നുണ്ടല്ലോ. വി ഇ ഈക്വൽ ടു ഐ ഇ ആർ ഇ. അപ്പോൾ എമിറ്റർ കറൻറ്റ് ഇൻക്രീസ് ചെയ്താൽ വി ഇ അതായത് ഐ ഇ ഇൻറ്റു ആർ ഇ ഇൻക്രീസ് ചെയ്യും. ഇഫ് ഐ ഇ ഇൻക്രീസസ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ ഇ ഇൻക്രീസസ്. ബൈ ഇക്വേഷൻ വി ഇ ഇസ് ഈക്വൽ ടു ഐ ഇ ആർ ഇ പ്ലസ് വി ബി ഇസ് ഈക്വൽ ടു ഐ ഇ ആർ ഇ പ്ലസ് വി ബി ഇ. നേരത്തെ പറഞ്ഞേ ഉള്ളൂ വോൾട്ടേജ് അക്രോസ് ആർ ടു വി ടു എന്നോ വി ബി എന്നോ വിളിക്കാം. വി ബി ഇസ് ഈക്വൽ ടു വി ബി ഇ അതായത് 0.7 വോൾട്ട് പ്ലസ്
VE ആണ്. VE എന്ന് പറഞ്ഞാൽ IERE ആണ്. അപ്പോൾ എമിറ്റർ കറൻറ്റ് കൂടിയാൽ എമിറ്റർ റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് കൂടും. ആ വോൾട്ടേജ് കൂടുമ്പോഴോ ദിസ് റെഡ്യൂസസ് ദ വോൾട്ടേജ് VBE. ഈ വോൾട്ടേജ് കൂടുമ്പോൾ VBE അല്ലെങ്കിൽ ബേസിന് കിട്ടുന്ന ബയാസിങ് റെഡ്യൂസ് ചെയ്ത് വരും. ആൻഡ് റെഡ്യൂസിങ് ബേസ് കറൻറ്റ് IB. അതായത് എമിറ്റർ റെസിസ്റ്റർ ഈ രീതിയിലാണ് സ്റ്റെബിലൈസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഫിക്സഡ് ബേസ് ബയാസിങ്ങിലും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എമിറ്റർ കറൻറ്റ് IE കൂടുമ്പോൾ IERE കൂടും. IERE കൂടുമ്പോൾ കറസ്പോണ്ടിങ് അവിടുത്തെ ആ ക്രിച്ചോസ് ലോ അനുസരിച്ച് VE ഒന്നും മാറുന്നില്ല. അപ്പോൾ IERE കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നിശ്ചയമായിട്ടും VBE ബേസ് എമിറ്റർ ജംഗ്ഷൻ ഡയോഡിൻ്റെ ഫോർവേഡ് വോൾട്ടേജ് കുറഞ്ഞു പോകും. ഫോർവേഡ് വോൾട്ടേജ് കുറയുന്നതനുസരിച്ചിട്ട് ബേസ് കറൻറ്റ് കുറയും. ദിസ് ഇൻ ടേൺ ഡിക്രീസസ് IE ആൻഡ് ആൾസോ ഡിക്രീസസ് IC. അപ്പോൾ ICയിൽ ഇവിടെ ഉണ്ടാകാൻ പോയിരുന്ന ആ ചേഞ്ചിനെ ഈ ബയാസിങ് സർക്യൂട്ട് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ബയാസിങ് സർക്യൂട്ടിൻ്റെ ഒരു ഓപ്പറേഷൻ. ഓരോ ബയാസിങ് സർക്യൂട്ടിൻ്റെയും അനലൈസേഷനിൽ നമ്മൾ നോക്കുന്നത് സ്റ്റെബിലൈസേഷൻ എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ സ്റ്റെബിലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡാണ് പറഞ്ഞത്. ബീറ്റ ഇൻക്രീസ് ചെയ്ത് IC ഇൻക്രീസ് ചെയ്യുന്നു. ഉടനെ IE ഇൻക്രീസ് ചെയ്യുന്നു. IE ഇൻക്രീസ് ചെയ്യുമ്പോൾ IERE എമിറ്റർ റെസിസ്റ്ററിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഇൻക്രീസ് ചെയ്യുന്നു. ദിസ് ഇൻ ടേൺ റെഡ്യൂസസ് ബേസ് എമിറ്റർ വോൾട്ടേജ്, ദെൻ റെഡ്യൂസസ് ബേസ് കറൻറ്റ്, ദെൻ റെഡ്യൂസസ് കളക്ടർ കറൻറ്റ് ആൻഡ് എമിറ്റർ കറൻറ്റ്. Advantages of voltage divider bias circuit: stability factor is very low. Stabilization is high but stability factor is very low, therefore less chance of thermal runaway. Thermal variations അനുസരിച്ച് കളക്ടർ കറൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് അപ്പം തന്നെ അവിടെ ചെക്ക് ചെയ്ത് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ തെർമൽ റണ്ണവേ കുറവായിരിക്കും. ബെറ്റർ ബയാസിങ് കണ്ടീഷൻ പ്രൊവൈഡഡ് ബൈ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2 അക്രോസുള്ള വോൾട്ടേജ് ഡിവൈഡർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ബയാസിങ് വളരെ ബെറ്റർ കണ്ടീഷൻസ് നൽകുന്നു. ബെറ്റർ സ്റ്റെബിലൈസേഷൻ ദാൻ ഫിക്സഡ് ബയാസ് ആൻഡ് കളക്ടർ ടു ബേസ് ബയാസ് മെത്തേഡ് വിച്ച് പ്രൊവൈഡഡ് ബൈ RE ഇവിടെ നൽകുന്ന സ്റ്റെബിലൈസേഷൻ വളരെ നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസേഷനാണ് ഈ സർക്യൂട്ടിൽ നൽകുന്നത്. കുറച്ച് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടറിയാണ്. നേരത്തെയൊക്കെ പഠിച്ച എല്ലാ ബയാസിങ്ങിനും ഒരു സർക്യൂട്ട് കൂടി ഒരു കമ്പോണൻ്റ് കൂടി ആഡ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. എക്സ്പെൻസീവ് ആവും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കമ്പോണൻ്റ് ആഡ് ചെയ്യുമ്പോൾ അത് എക്സ്പെൻസീവ് ആവും. കാൽക്കുലേഷൻസ് ആർ നോട്ട് ഈസി. അതിൻ്റെ ഡിസൈനിങ് നമ്മൾക്ക് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് കണ്ടുപിടിക്കുക, IE കണ്ടുപിടിക്കുക, IC കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള അതിൻ്റെ ഡിസൈൻ പർപ്പസ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരുന്നുണ്ട്. എങ്കിലും ഒരുപാട് പോയിൻറ്റ്സ് ഇതിനകത്ത് നോക്കാനുണ്ട്. ഏറ്റവും ബെറ്റർ സർക്യൂട്ടാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബയാസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ്. ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ആംപ്ലിഫയർ സർക്യൂട്ടിലെല്ലാം ഈ സർക്യൂട്ട് ഈ ഒരു ബയാസിങ് സർക്യൂട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ ബയാസിങ് സർക്യൂട്ടും ഒന്ന് കമ്പയർ ചെയ്തൊരു കമ്പാരിസൺ സ്റ്റഡി നടത്തുക. എല്ലാത്തിൻ്റെയും അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എഴുതുക. എല്ലാം കറക്റ്റായിട്ട് വരച്ച് സർക്യൂട്ട് ഡയഗ്രംസ് പഠിക്കുക. പ്രത്യേകിച്ച് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ്ങിൻ്റെ ഡയഗ്രം പഠിക്കുകയും അതിൻ്റെ സാമ്പിൾ പ്രോബ്ലംസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുകയും വേണം. നമ്മളുടെ ഇപ്പോഴത്തെ പാൻഡമിക് കണ്ടീഷനിൽ ഒരു ജൂൺ 2nd വീക്കൊക്കെ നമുക്ക് ITIയിലേക്ക് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ നമുക്കിരിക്കാൻ സാധിച്ചാൽ ഡോണ്ട് ഫോർഗെറ്റ് ടു വിയർ മാസ്ക് വൈൽ ട്രാവലിംഗ് ത്രൂ കോമൺ ബസ്സസ്. അതുപോലെ ITIയിലേക്ക് വരുമ്പോഴും അതിൻ്റേതായ സോപ്പ്, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇതെല്ലാം കീപ്പ് ചെയ്ത് വരാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊള്ളുക. ഒരുപാട് കാലം നമ്മൾക്കിങ്ങനെ തുടരാനാവില്ല. നിങ്ങളുടെ ഭാവിയെ ഒക്കെ അത് ബാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ശുഭപ്രതീക്ഷയോടുകൂടി ഈ ലെസൺസ് എല്ലാം വളരെ നന്നായി കൈകാര്യം ചെയ്ത് പഠിച്ചിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് നോട്ട് എഴുതി തരണം. നോട്ട് എഴുതി തന്നാൽ മാത്രമാണ് നമുക്ക് അടുത്ത ഇതിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും നന്ദി. ഓക്കെ, താങ്ക് യു. See you.